ചിത്തിര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വരാൻ പോകുന്ന 7 ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം. ഇന്നത്തെ എൻ്റെ രൂപവും ഭാവവും ഒന്നും കണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അന്തം വിട്ടു പോകുകയൊന്നും ചെയ്യരുത്. ഇന്നൊരു അബദ്ധം പറ്റി എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു സത്യം. ഞാനിപ്പോൾ 6 നോവൽ എഴുതുന്നുണ്ട്, 6 അല്ല 7 നോവലുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുതാനായിട്ടിരിക്കും. ഒരു 6 മണിയാകുമ്പോൾ മുതൽ എന്നെ ഫോൺ വിളിക്കും. ഫോൺ വരും, വിദേശത്ത് നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ധാരാളം പേര് വിളിക്കും. അപ്പോൾ എഴുതുന്നതിനിടയിലാണെങ്കിലും ഞാൻ ഫോൺ വന്നാൽ എടുക്കും. അപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിനിടയിൽ. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ, തനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും ഒക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്പിരിറ്റിലങ്ങ് എടുക്കും. പിന്നെ രണ്ടാമത് ഫോണിൽ കൂടെ പറയുമോ, ഗൂഗിൾ പേ ചെയ്തു തരാം, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ചില ചോദ്യങ്ങളൊക്കെ വളരെ അസ്വസ്ഥമാക്കും, ചിലർ തമാശകളൊക്കെ പറയും. ഞാനത് ആ രീതിയിൽ അങ്ങ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു പുസ്തകം അയക്കാനായിട്ട്. ഞങ്ങൾക്ക് ഈ തിരുവനന്തപുരത്ത് ഒരു ചെറിയ ഷോപ്പല്ല, ഒരു ഓഫീസുണ്ട്, ഹേമംബിയ ബുക്സിൻ്റെ. അപ്പോൾ ഇവിടെ വന്ന് പുസ്തകങ്ങളൊക്കെ ഓർഡർ അനുസരിച്ച് മാതൃഭൂമിക്കാണെങ്കിലും HNCക്കാണെങ്കിലും കറണ്ടിനാണെങ്കിലും SS ബുക്സിനാണെങ്കിലും അമാൻ ബുക്സിനാണെങ്കിലും അങ്ങനെ ഓൺലൈൻ പോർട്ടലാണെങ്കിലും എൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ വിറ്റ് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ വരുമാന ജീവിതമാർഗം എന്ന് പറയാം. അപ്പോൾ പുസ്തകം വായിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇരുപ്പിൽ തന്നെ എഴുന്നേറ്റിങ്ങ് പോകുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒറ്റ മുണ്ട് എടുത്തുകൊണ്ട് ഒറ്റ തോർത്തെടുത്തുകൊണ്ടാണ് ഇരിപ്പ്. അതെന്നെ കാണാൻ വരുന്നവർക്കെല്ലാം അറിയാം. ഞാൻ അങ്ങനെ ഇങ്ങ് എഴുന്നേറ്റ് പോകുന്നു. ടീച്ചറാണെങ്കിൽ അത് ശ്രദ്ധിക്കാനും നിന്നില്ല. ഇങ്ങനെ നമ്മുടെ DNA എത്താറായപ്പോഴാണ് ഷർട്ടും മുണ്ടും ഒന്നും എടുത്തിട്ടില്ല എന്നും വളരെ സത്യം മനസ്സിലാക്കിയത്. പിന്നെ അവിടെ ഒരു കടയിൽ കയറി ഈ ഷർട്ടും ഈ മുണ്ടും ഒക്കെ എടുത്തു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും ഇവിടെ വന്ന് എല്ലാവരോടും സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായി ഇങ്ങനെ ഒരു വേഷം ധരിച്ചിട്ട് ഇന്നത്തെ വർത്തമാനത്തിന് ഇന്നത്തെ വാർത്തകൾക്ക് ഇങ്ങനൊരു വിശേഷം കൂടി പറയാതെ പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ, സ്വാമി എന്തുകൊണ്ട് വസ്ത്രം ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറയാൻ നിൽക്കുന്നതിന് പകരം ഞാനിതങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാനിന്ന് പ്രധാനമായിട്ട് പറയാൻ വന്നതിനൊരു കാരണം, ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരാളൊരു വീട് മേടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് വീട്? അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് വിശദമായിട്ട് പറഞ്ഞു. സ്വാമി ഒന്ന് വന്ന് കാണണം. ഞാൻ പറഞ്ഞു, അയ്യോ യാത്ര നടക്കില്ല, താങ്കളൊരു കാര്യം ചെയ്യൂ, നല്ല വാസ്തുവിൻ്റെ ആരെങ്കിലും ഒന്ന് വിളിച്ച് കാണിക്കൂ. വാസ്തു നന്നായിട്ട് അറിയാവുന്നവരെ കാണിക്കണം. പക്ഷേ വാസ്തു നോക്കുന്നവർ വാസ്തു മാത്രമേ നോക്കുകയുള്ളൂ, ദിക്കുകൾ മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം, വയ്ക്കുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇരിക്കുന്ന ഭൂമിയുടെ കിടപ്പ് മാത്രമല്ല, ആ ഭൂമിയുടെ നിറം നോക്കി പോലും ഫലങ്ങൾ എടുത്താൽ മാത്രമേ, അതുപോലെ മണ്ണിങ്ങനെ കയ്യിലെടുത്താൽ ആ മണ്ണിനൊരു ഹീറ്റുണ്ട്, അതിൻ്റെ താപമനുസരിച്ച് തന്നെ ഫലങ്ങൾ പറയാൻ പറ്റും. കാരണം അവിടെ എത്ര കാലം മുമ്പ് ഇവിടെ മനുഷ്യൻ താമസിച്ചിരുന്നു, അവിടെ നായ്ക്കൾ വല്ലതും അല്ലെങ്കിൽ എന്തെങ്കിലും നാൽക്കാലികൾ ചത്ത ഭൂമിയാണോ, ദുരിതമുള്ള ഭൂമിയാണോ, അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ആരെങ്കിലും ഇത് ഉപേക്ഷിച്ച് ദുരിതപ്പെട്ടു പോയ ഭൂമിയാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറയാനുള്ള നാളെ ഉണ്ടോ എന്നറിയത്തില്ല, ഇന്നിപ്പോൾ ഈ നിമിഷം വരെയുണ്ട്. അങ്ങനെ ഒരാളൊരു വീട് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ 3 മക്കൾക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരും DNA ഇങ്ങനെ സ്വാമിയുടെ പ്രോഗ്രാം കണ്ടു. അപ്പോൾ സ്വാമിയെ വിളിച്ചൊന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിത് അഡ്വാൻസ് കൊടുത്തു സ്വാമി 3ാമത്തെ ദിവസം ഇത് എഴുതും, ബാക്കി കാര്യങ്ങളൊക്കെ ആയി. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ്? അതപ്പോൾ ഇവരെല്ലാം തന്നെ കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്കകത്ത് തന്നെ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നവരാണ്. അവർ കുടുംബസ്വത്വം എല്ലാം കൂടെ വിറ്റ് പറക്കി കൊണ്ടുവന്നിട്ട് മേടിച്ചതാണ്. ഞാൻ ഇതെങ്ങനെയാണ് മേടിച്ചത്? എനിക്ക് ആ വിളിച്ച സമയം വെച്ച് തന്നെ ആ ഭൂമി ഉത്തമമായിട്ട് തോന്നില്ല, മധ്യമത്തിന് താഴെയായിട്ട് തോന്നി. അത് തോന്നലുകളാണ്. എൻ്റെ എല്ലാം തന്നെ പഠിച്ചതൊന്നുമല്ലല്ലോ, നമുക്കെല്ലാം പകർന്നു കിട്ടിയതായതുകൊണ്ട് തന്നെ വിളിക്കുന്ന സമയം വെച്ച്, ഇല്ലെങ്കിൽ എൻ്റെ മുമ്പിലൊരു ക്ലോക്ക് ഇരിപ്പുണ്ട്, ആ ക്ലോക്കിൻ്റെ സൂചി ചലിക്കുന്നതനുസരിച്ച് അത് ഏത് സമയമാണ്, അതിൻ്റെ ക്ലോക്കിൻ്റെ സൂചിയുടെ ചലിക്കുന്നതനുസരിച്ച് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഫലം പറയാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. അത് സിദ്ധികളൊന്നുമല്ല, ഞാനിങ്ങനെ പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു സൂചി അത് ഇതായി വന്ന് അതിൻ്റെ മധ്യഭാഗത്തെത്തുമ്പോൾ മധ്യമവും, അത് ഉത്തമമായ സ്ഥലത്തെത്തുമ്പോൾ ഉത്തമവും, അത് അങ്ങനൊരു രീതിയുണ്ട്. ഞാൻ ആ ഫലം നോക്കി ഒരാൾ വിളിക്കുമ്പോൾ ആ ഫലം വെച്ച് തന്നെ ഞാൻ ഫോണിൽ കൂടെ തന്നെ ഫലം പറയും. അയ്യോ സ്വാമി ഇതെങ്ങനെ പറയുന്നു എന്ന് ചോദിക്കും. അതെങ്ങനെ പറയുന്നു എന്ന് എനിക്കും അറിയാൻ പറ്റില്ല, എനിക്കറിയാൻ വയ്യ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ ചിത്രം. പക്ഷേ
അത് ഞാൻ ഈ സൂചി നോക്കി പറയുന്നത് എങ്ങനെ ശരിയാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്നിലെന്തോ ഉണ്ടല്ലോ. ആ ഉള്ളത് നിലനിൽക്കുന്നവരെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും ഇവർ ഈ സ്ഥലം മേടിച്ചു. അപ്പോൾ ഞാൻ വരാത്തത് കൊണ്ട് തന്നെ സ്വാമി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. സാധാരണ വീടുകൾ മേടിക്കുമ്പോൾ ഒരു ഗണപതി ഹോമവും ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഒരു മഹാസുദർശനവും ചെയ്യും. നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ അടുത്തെങ്ങനെ വീടുകളുണ്ടോ? അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇവർ 3 പെൺകുട്ടികളുമായിട്ട് ഇവിടെ താമസമായി. എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമി ഒരു ദിവസം എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണം. അവിടെ അടുത്തുള്ളൊരു തിരുമേനിയെ കൊണ്ടാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. വളരെ അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പൂജയ്ക്ക് വന്ന ആൾ നമ്മുടെ വീട്ടുപേരും നമ്മുടെ അവിടുത്തെ ഗൃഹനാഥൻ്റെ പേരും നക്ഷത്രങ്ങളുമൊക്കെ ചോദിച്ചോ? ഇല്ല, ഒന്നും ചോദിച്ചില്ല. പിന്നെ അവരെന്താ ചെയ്ത്? അവർ വന്നു, ഗണപതി ഹോമം നടത്തി, സുദർശന ഹോമം നടത്തി, വൈകുന്നേരം ഒരു ഭദ്രകാളി ഹോമം നടത്തിയതിന് ശേഷം പോയി. യഥാർത്ഥത്തിൽ ഈ പൂജകൾ ചെയ്യുമ്പോൾ, പൂജാവിധികൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഗൃഹത്തിൽ പൂജ ചെയ്യുകയാണെങ്കിൽ ആ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഗൃഹനാഥൻ്റെ പേരും അയാളുടെ അദ്ദേഹത്തിൻ്റെ നക്ഷത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഇന്നടത്ത് ജനിച്ച ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട പൂജയാണെന്ന് പറഞ്ഞ് ഓരോ മന്ത്രം ജപിച്ച് 8 തവണ കഴിയുമ്പോഴും ഈ പൂജ നടത്തുന്ന പൂജ ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ ഗൃഹത്തെയും ഗൃഹത്തിൻ്റെ പേരും ആ വ്യക്തിയെയും ഈ ഹോമമായിട്ട് ബന്ധിക്കണം. പക്ഷേ ഇവിടെ പല ഹോമങ്ങളും അതൊന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് അത് വഴിപാടായിട്ടൊരു ഹോമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വന്നു ഒരു 4 ഇപ്പം ചട്ടിയുണ്ട്, എന്നാലോചിച്ച് നോക്കൂ. ഹോമച്ചട്ടിയുണ്ട്, ഇരുമ്പിൽ കൊണ്ടുവന്നിട്ട് ഹോമം നടത്തി പോവും. ഞാൻ അത് വഴിപാട് എന്ന് പറയും. എന്തെങ്കിലും ഒരു വഴിപാട്. അത് ഭയങ്കര അബദ്ധമാണ്. അത്തരം ചട്ടികളിൽ കൊണ്ടുവന്ന് ഹോമം ചെയ്യുന്നതൊക്കെ വളരെ അബദ്ധം എന്ന് മാത്രമല്ല, അത് ദോഷങ്ങളായി. ഇരുമ്പ് ചട്ടികളിലൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനില്ല. ചുടുകല്ല് കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥാനം കണ്ട് അതിന് എത്ര കട്ടകളെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു രീതികളുണ്ട്, അതിൻ്റെ യന്ത്രങ്ങൾ വരയ്ക്കുന്ന രീതിയുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ പൂജകൾ ചെയ്യാൻ പാടുള്ളൂ, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അത് ചട്ടിയിലാണോ ചെയ്തത് കല്ലിലാണോ ചെയ്തതെന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഇവർ ഇത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്തായിട്ട് ഒരു പൂച്ചയുടെ കുഞ്ഞാണ് ഒരു കറുത്ത ചരട്, ഒരു ചുമന്ന ചരട് കെട്ടി കുറച്ച് ചെമ്പരത്തി പൂക്കളും കുറച്ച് അരളിപ്പൂക്കളുമായിട്ട് കൊണ്ടിട്ടേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, അത് കൊണ്ടിട്ടതാണോ വന്ന് ചത്തതാണോ? വന്ന് ചത്തതാണെങ്കിൽ പൂക്കൾ കാണത്തില്ലല്ലോ സ്വാമി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതിൽ ഒക്കെ വിശ്വാസമോ? ഇത് കണ്ടതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ്, ഭാര്യയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്, മക്കൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് അടുത്ത ആർക്കെങ്കിലും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട വല്ല ശത്രുതയുള്ളതായിട്ട് അറിയാമോ? അതൊന്നും അറിയാൻ വയ്യ സ്വാമി. ഈ വീട് വാങ്ങിക്കാൻ മറ്റാരെങ്കിലും ആഗ്രഹിച്ചിരുന്നതോ? അതും അറിയാൻ വയ്യ. എന്തായാലും ഇപ്പോൾ ഇത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയെന്ന് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എന്തായാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെ എന്തായാലും എടുത്ത് ദൂരെ കളയാൻ പറ്റില്ല, അവിടെ നിങ്ങളുടെ വസ്തുവിനെ കുഴിച്ചിടാൻ നിൽക്കണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അതെന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് മറവ് ചെയ്തു എന്ന് പറഞ്ഞു. എന്തായാലും ഭാര്യയ്ക്കും കുട്ടികൾക്കും അത് ഭയമായി തോന്നി. ഒരു സത്യം പറയാം, ഇതൊരു കടുത്ത ആഭിചാരമാണ്. അത് എന്തുകൊണ്ടെന്നാൽ ആ വസ്തു മേടിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളോ അല്ലെങ്കിൽ ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ശത്രുതയുണ്ടാകുന്ന ഒരാളോ ആ വീട് നശിക്കണമെന്ന് വിചാരിച്ച ആളോ ചെയ്ത അതിഭീകരമായിട്ടുള്ള ഒരു കൊടും ആഭിചാരമാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയത് കൊണ്ട് ഇതിൻ്റെ ഫലമാണെന്ന് അവർ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്കും വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പരിണിത ഫലം ഞാൻ പറയും. ഇത് ചെയ്ത ആൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ അയാളുടെ ഗ്രഹനില നല്ലതാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ദൈവവിശ്വാസം ഉണ്ടാകാം, ദൈവവിശ്വാസം ഇല്ലാതിരിക്കാം, ഇതൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണല്ലോ. ഇപ്പം ദൈവവിശ്വാസമില്ലാത്ത എത്രയോ പേരുണ്ട്. എൻ്റെ അടുത്ത് എത്രയോ പേര്, സ്വാമി എന്തിനാണ് സ്വാമിക്ക് എഴുതാനുള്ള കഴിവില്ലേ, സ്വാമി എന്തിനാണ് ഇങ്ങനെ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞ് വരുത്തുന്നത്, ഇതൊക്കെ സ്വാമി എഴുതുന്നതേ അബദ്ധം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളതങ്ങ് ചിരിച്ച് കളയും. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റുപോവുകയും ആ പുസ്തകങ്ങളുടെ വരുമാനം കൊണ്ട് ഒരു വീട് വെക്കുകയും ആ പുസ്തകങ്ങളുടെ വരുമാനം കൊണ്ട് ജീവിക്കുകയും അന്നം കഴിക്കുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് വായനക്കാരുണ്ടായിട്ട് തന്നെയാണല്ലോ. ഇപ്പം മനോരമയിൽ തന്നെ ഞാൻ 10-11 നോവൽ എഴുതി എന്നാണ് എൻ്റെ ഓർമ്മ.
കേരള കൗമുദിയിൽ എഴുതി, കേരള ശബ്ദത്തിൽ എഴുതി. അപ്പം വായനക്കാരുള്ള വാരികകൾ ഒരു കാലത്ത് നല്ലവണ്ണം നോവലുകൾ എഴുതിക്കൊണ്ടിരുന്ന ആൾ തന്നെയാണ്. എൻ്റെ അനന്തഭദ്രമാണെങ്കിലും രുദ്രസിംഹാസനമാണെങ്കിലും കന്നഡയിലെ 5 സിനിമകൾ, നീലാംബരിയും ദുർഗാശക്തിയും ഭീഷ്മകണവും 50-50യും ഉഗ്ര നരസിംഹ, എല്ലാ പടങ്ങളെല്ലാം നന്നായിട്ട് ഓടിയ പടങ്ങളാണ്. ഞാൻ സിനിമയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം കൊണ്ട് മാറി നിന്നു എന്നുള്ള അല്ലാതെ അപ്പോൾ എനിക്കൊരിക്കലും എഴുത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ മന്ത്രവാദം ബുക്കുകൾ എഴുതുന്നു, പ്രേത കഥകൾ എഴുതുന്നു, അതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസം വളർത്തുന്നവരാ എങ്ങനെയാകുന്നു എന്നുള്ളതിനില്ല. എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അമാനുഷികമായിട്ടുള്ള കഥകൾ എഴുതുന്നു, അതിമാന്ത്രികപരമായിട്ടുള്ള കഥകൾ എഴുതുന്നു എന്ന് വിചാരിച്ച് ഒരാൾ സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്നു വിചാരിക്കേണ്ട. അത്തരം ചിന്തിക്കുന്ന ആൾക്കാർ അത്തരം കഥകൾ വായിക്കാതിരിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? ഇപ്പോൾ ഹൊറർ സിനിമകൾക്കുണ്ടാകുന്ന എത്രയോ ഹൊറർ സിനിമകൾ ഉണ്ടാകുന്നു, പ്രേത കഥകൾ ഉണ്ടാകുന്നു, ആകാശഗംഗ പോലുള്ള സിനിമകൾ ഉണ്ടാകുന്നു, അല്ലേ? എത്രയോ ഹൊറർ സിനിമകൾ, ഇംഗ്ലീഷിലുണ്ടാകുന്ന ഓമൺ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിട്ട് വേൾഡ് ക്ലാസിക്കുകളായിട്ടുള്ള എത്രയോ ഹൊറർ സിനിമകൾ ഉണ്ടാകുന്നു. അതൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരില്ലേ? അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഞാൻ ഈ ആഭിചാരത്തിലേക്ക് തിരിച്ചു പറഞ്ഞു വന്നാലുണ്ടാകുന്ന ഒരു കാര്യം, ഈ പൂച്ചയെ കൊണ്ടുവന്ന് അഗ്നി കത്തുന്ന ഭാഗത്ത്, അടുക്കള ഭാഗത്തായിട്ട് ചെമ്പരത്തിപ്പൂവും ഇതും കൊണ്ട്, ചെമ്പരത്തിപ്പൂവും അരളിപ്പൂവും ഒക്കെ ആയിട്ട് അവിടെ ഇട്ടിട്ട് പോയ ഒരാൾ 1 രൂപ നാണയവും കിട്ടിയെന്ന് പറഞ്ഞു. ആ 1 രൂപ നാണയമായിട്ട് അവിടെ ഉപേക്ഷിച്ചത് ഒരു മനുഷ്യനായിരിക്കുമല്ലോ, ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിച്ച് അവരെ ആ 3 പെൺമക്കളും ഈ ഭാര്യയും ആയിട്ട് വന്ന ഈ പാവപ്പെട്ട സാധു മനുഷ്യൻ ഒരു ശത്രുക്കളുമില്ല. അദ്ദേഹം ഈ വീട് മേടിച്ചു എന്ന് മാത്രമേ അറിയാവൂ. അത് ഈ വീട് വിറ്റ ആളിനോടുള്ള ദേഷ്യമാണെന്നുള്ളത് പറയില്ല, അന്ന് അറിയാൻ വയ്യ. അപ്പോൾ ആ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന്, പൂച്ചക്കുട്ടിയാണ്, ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇതിൻ്റെ അഗ്നി കത്തുന്ന അടുക്കള ഭാഗത്തായിട്ട് ഇതിനെ ഉപേക്ഷിച്ച് പോവുകയും 1 രൂപ നാണയം ഇട്ടിട്ട് പോവുകയും ചെയ്യുന്ന ആ മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത്, അത് മനുഷ്യരാണല്ലോ, മൃഗങ്ങൾ നാൽക്കാലികളാരും ഇത് ചെയ്യത്തില്ലല്ലോ. താങ്കൾക്ക് വരാൻ പോകുന്നത് അതിഭീകരമായ ദുരന്തമാണ്. ദുർമരണം സംഭവിക്കും എന്ന് മാത്രമല്ല, മഹാദുരിതപൂർണമായ ഒരു ജീവിതം ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പൂച്ചയെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഉപേക്ഷിച്ച് അത് ജീർണിച്ച്, അതിനെ ആഭിചാരം ചെയ്താണല്ലോ കൊണ്ടുവിടെ ഇട്ടത്, ജീർണിച്ച് അതിൻ്റെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മണ്ണിൽ ലയിക്കുന്നതിന് മുമ്പ് താങ്കളുടെ ദുരിതം തുടങ്ങും. ഒരു സംശയവും വേണ്ട. ആഭിചാരം ആര് ചെയ്താലും അതിൻ്റെ തിരിച്ചടി എൻ്റെ മുമ്പിൽ വരുന്ന ഓരോന്നാണ്. തിരിച്ചടികൾ അത് അനുഭവിച്ച് തീരാതെ പോകാൻ പറ്റില്ല. നമുക്കൊരു മനുഷ്യനോട് തോന്നുന്ന പക, ആ പക വീട്ടാനായിട്ട് ചെയ്യുന്ന ഇത്തരം ആഭിചാര കർമ്മങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ടാക്കുന്ന ദുരന്തം ചെയ്ത ആൾക്ക് അത് 1 തലമുറ കൊണ്ട് തീരുമെങ്കിലും കുഴപ്പമില്ല. ഈ ചെയ്ത ആളുടെ 3-ാം തലമുറ കൊണ്ട് വംശനാശം, വംശത്തിന് അതിഭീകരമായ നാശമുണ്ടാകും എന്നുള്ളതാണ്. അത് അനുഭവിച്ച് തീർക്കാനേ പറ്റൂ. അതിന് എവിടെയും പരിഹാരം തേടിയിട്ട് കാര്യമില്ല. കാരണം എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് പേരുടെ, സ്വാമി ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞങ്ങളിതെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് സമാധാനമില്ല. പക്ഷേ എങ്ങനെ സമാധാനമില്ല? ഞങ്ങളുടെ പിതാമഹന്മാർ, പൂർവികർ ചെയ്തു കൂട്ടിയിട്ടുള്ള, അപ്പം ഞാൻ പറയും, നിങ്ങളുടെ ഇങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ലേ? ആയിരുന്നു. അദ്ദേഹം പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളായിരുന്നില്ലേ? ആയിരുന്നു. ഇല്ലേ? ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന ആളല്ലേ? അവസാനം പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ ആൾക്കാർ കൊടുക്കാനുണ്ടായിരുന്ന ആളല്ലേ? ആ പണമെല്ലാം ഇങ്ങനെ സ്വകാര്യതയിലേക്ക് മാറ്റി മറ്റൊരാളുടെ പേരിലാക്കിയതല്ലേ? ആ മറ്റൊരാളുടെ പേരിലാക്കിയിട്ട് അതൊന്നും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരാളിൻ്റെ മകൾക്ക് ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ കണ്ണ് കേൾക്കാത്ത, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത, തളർന്നു പോയ ഒരു മകളുണ്ടായത് എന്ന് ചോദിച്ചാൽ ഉണ്ട് സ്വാമി എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. കാരണം ഇതെല്ലാം തന്നെ അനുഭവിച്ച് തീർക്കാൻ പറ്റാത്ത, നമ്മളൊരാളെ പറ്റിച്ചാൽ, വഞ്ചിച്ചാൽ, ചതിച്ചാൽ, അന്യൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ, നമുക്ക് അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ, ഇതെല്ലാം തന്നെ, ഒരുത്തൻ ജോലി ചെയ്തിട്ട് അവന് കൂലി കൊടുക്കാതിരുന്നാൽ നമുക്ക് കൊടുക്കാതിരിക്കാമല്ലോ. നിനക്ക് ഞാൻ തരുന്നില്ല, നീ പോയി പണി നോക്കാൻ പറയുന്ന ഒരുപാട് പേരുണ്ട്. അഹങ്കാരം, ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റമുള്ള ചില രാഷ്ട്രീയക്കാരൊക്കെ ഇല്ലേ, ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റം, ഞാനാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ചില സിനിമാ നടന്മാരുണ്ട്. വളരെ മോശമായിട്ട് പെരുമാറുന്നത്, ധിക്കാരപരമായി പെരുമാറുന്നത്, ഡേറ്റിന് വേണ്ടി പുറകെ നടത്തുന്നത്, വർഷങ്ങളോളം ഈ അടുത്ത കാലത്തൊരു സഹസംവിധായകനെ ഞാൻ കണ്ടു. അദ്ദേഹം നല്ല സഹസംവിധായകനായിരുന്നു. അദ്ദേഹം സംവിധായകനായിട്ട് വരുമെന്നും മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു സംവിധായകനാകുമെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒന്നുമാകാതെ അദ്ദേഹം ഒരു മലയാളത്തിലെ ഒരു നടൻ്റെ പിന്നാലെ എത്ര വർഷങ്ങളായിട്ട് നടന്നു.
വർഷങ്ങളായിട്ടൊരു കഥയുമായിട്ട് നടന്നു. അദ്ദേഹത്തിൻ്റെ ആ സിനിമ, എൻ്റെ ആദ്യത്തെ സിനിമ ഇതാണെന്ന് ആ നടൻ, ആ മലയാളത്തിലെ മഹാനടൻ ഈ സഹസംവിധായകനായിരുന്നപ്പോൾ കേട്ട കഥ, ഈ കഥയിൽ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറയുകയും ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസറുമായിട്ട് ചെന്നിട്ട് എല്ലാ സെറ്റ്, അപ്പോഴത്തേക്ക് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി. അദ്ദേഹത്തിൻ്റെ പുറകെ ഈ പ്രൊഡ്യൂസറും കഥയായിട്ട് നടന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡ്യൂസർ അതിൽ നിന്ന് പിന്മാറിപ്പോയി. പക്ഷേ ഈ സംവിധായകൻ്റെ ജീവിതം മുഴുവൻ, അതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത കാരണം അദ്ദേഹത്തെ പ്രണയിച്ചിരുന്ന പെൺകുട്ടി പോലും വിവാഹം കഴിക്കാതെ. ഒന്ന് ആലോചിച്ച് നോക്കും, ഇദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്ത് അവൾ പ്രണയിച്ചു പോയി, സംവിധാനം ചെയ്ത് ഒരു വലിയ സംവിധായകനായിട്ട് മാത്രം എനിക്ക് വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് ആ പെൺകുട്ടി പോലും വിവാഹം കഴിക്കാതെ നിൽക്കുകയും അവസാനം എന്തോ അതിൻ്റെ ആ ഒരു കഥ പറഞ്ഞ് പുള്ളി നിർത്തി. അത് അങ്ങനെ ഒരു ട്രാജഡിയാണ് സുനിൽ ഭായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അയ്യോ സ്വാമി സുനിൽജി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് ആ യൗവനം മുഴുവൻ ചോർന്നു പോയി. വാർദ്ധക്യാവസ്ഥ. എന്നെക്കാൾ എനിക്ക് തന്നെ 63 വയസ്സായി. എന്നെക്കാൾ ഞാൻ ചേട്ടാന്ന് വിളിച്ചിരുന്ന ഒരാളാണ്. ഒരു സിനിമ പോലും ചെയ്യാതെ മലയാളത്തിലൊരു മഹാനടൻ അദ്ദേഹത്തിനെ നടത്തി കാലിലെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട്, അത് നമുക്ക് ചില വിധികളുണ്ടല്ലോ സ്വാമി. ഇപ്പം സുനിൽജി തന്നെ എത്ര നന്നായിട്ട് ജീവിച്ച ഒരാളാണ്. ഞാൻ സുനിൽജി എങ്ങനെ ഒരിക്കലും താടിയും വളർത്തി മുടിയും വളർത്തി ഇങ്ങനെയൊന്നും ജീവിച്ച ഒരു സ്വാമിയായിട്ട് കാണണം എന്ന് വിചാരിച്ച ഒരാളെ അല്ല. സുനിൽജി ഇങ്ങനെ ആയില്ലേ? ഞാൻ പറഞ്ഞു അയ്യാ എൻ്റെ വിധി അതേപോലെ എനിക്കും ഒരു വിധി ഉണ്ടായി. അപ്പോൾ വിധി എന്ന് പറയുന്നൊരു സത്യം കൂടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാ എപ്പിസോഡിലും ഞാനൊരു വിധിയെക്കുറിച്ച് പറയും. അപ്പം നമുക്കൊരാളോട് പകയുണ്ടാകുക, ആ പക തീർക്കാൻ ആഭിചാരം ചെയ്യുക, ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് അവൻ നശിച്ചു പോണേ എന്ന് ശപിക്കുക, അവന് വേണ്ടിയിട്ട് മന്ത്രങ്ങൾ ജപിക്കുക. ഈ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് മന്ത്രങ്ങൾ ജപിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്ന് ജപിക്കുന്ന മന്ത്രങ്ങൾ എടുത്ത് ജപിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ ഒരു 10-15 പേരെങ്കിലും കുറഞ്ഞത് വിളിച്ചിട്ടുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിക്കുകയും അതിലൊരു ബീജാക്ഷരമൊന്നും കൊടുക്കൂല. ആ മന്ത്രങ്ങൾ നിങ്ങളിപ്പോൾ ജപിച്ചാൽ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടും, ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ധനം കിട്ടും, ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫലപ്രാപ്തിയാക്കും. ഇതെല്ലാം വെറുതെയാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം വെറുതെയാണ്. അങ്ങനെയൊന്നും ആരെയും ഒരു മന്ത്രം ജപിച്ച് ശക്തിയാക്കാനും മന്ത്രം ജപിച്ച് ഫലമുണ്ടാക്കാനൊന്നും പറ്റില്ല. നമ്മുടെ പൂർവ്വജന്മം നോക്കിയിട്ട് ആ പൂർവ്വജന്മം അനുസരിച്ച് നിനക്ക് അനുഭവിക്കാനുള്ളതല്ല നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഫലങ്ങൾ ഏതുവരെയായി, അത് മധ്യമത്തിലാണോ, ഉത്തമത്വത്തിലാണോ, അധമത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗ്യസ്ഥാനം തീർന്നോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരാൾ ഏതെങ്കിലും മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിക്കാൻ. അത് ജപിച്ചതിൻ്റെ ദോഷങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകുക, ശരീരത്തിന് രോഗാവസ്ഥകൾ വരിക, ശരീരത്തിലെ കോശങ്ങൾ നശിച്ചു പോവുക, മുഖത്ത് രക്തപ്രസാദം നശിച്ചു പോവുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ജപം കൊണ്ട്, ഈ യൂട്യൂബിലെ ജപങ്ങൾ കൊണ്ട് എടുത്ത് ജപിച്ച് ആൾക്കാർക്ക് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആരോഗ്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇതിനൊന്നും മരുന്നുകൊണ്ട് പരിഹാരമില്ല. എന്നെ ഇന്നലെ വിളിച്ചതിൽ ഒരു 8-9 പേർക്കെങ്കിലും ഇത് ഈ പരിഹാരമില്ല. അവർ ആശുപത്രി പോയി നോക്കിയാലും സ്കാൻ, ഒരാൾക്ക് അസഹനീയമായ തലവേദനയാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്? ചിന്നമസ്ത ജപിക്കുന്നവർ, ഞാൻ ഒരാൾ എന്നെ ദുബായിൽ നിന്ന് വിളിച്ച ആളിനോട് ഞാൻ പറഞ്ഞു, ഇപ്പം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഞാൻ പറഞ്ഞു ചിന്നമസ്ത എന്താണ്? ഇണചേരുന്ന യുവമിഥുനങ്ങളുടെ പിങ്കള അയാളുടെ നട്ടലിൽ ചവിട്ടി നിന്നുകൊണ്ട് നഗ്നരൂപയായ ദേവി ചിന്നമസ്ത ദേവി തല വെട്ടി അമ്മാനമാടി രക്തപാനം ചെയ്യുന്നതാണ് ചിന്നമസ്ത എന്ന് പറഞ്ഞ ദേവി. അതിനെയൊക്കെ എടുത്തങ്ങ് ജപിക്കുവാണ്. ചിന്നമസ്ത ജപിക്കണമെങ്കിൽ 2 ജന്മം തലമുറ മുമ്പുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കണം. ഈ ജന്മത്തിലെ നോക്കണം, പെൺകുട്ടികളുണ്ടോ നോക്കണം, വീട്ടിൽ ഭാര്യപത്ര ബന്ധത്തിനെക്കുറിച്ച് നോക്കണം, താമസിക്കുന്ന ഗൃഹത്തെക്കുറിച്ച് നോക്കണം. അല്ലാതെ ചിന്നമസ്തയൊക്കെ എടുത്ത് ജപിച്ചാൽ, ബഹളാമുഖിയും ചിന്നമസ്തയും പ്രത്യങ്കരിയും ഒക്കെ എടുത്ത് ജപിച്ചാലുണ്ടാകുന്ന ആപത്തെന്ത്? ധൂമാവതി പോലും എന്തോ ഒരു ദോഷമാണ്. ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ യൂട്യൂബിൽ നിന്ന് എടുത്ത് ജപിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുരുവിനെ കണ്ടെത്തുക, നല്ല ഗുരുവിനെ കണ്ടല്ല. ഞാൻ ഇടയ്ക്ക് എന്നെ പറഞ്ഞു, ഒരാൾ എവിടെ പാലക്കാട് കണ്ടു പോയപ്പോൾ ഞാനൊരാളെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഇത് ജപിച്ചോളാൻ. അങ്ങനെയാണോ പറയുന്നത് ഒരാൾ? മന്ത്രദീക്ഷയുടെ ശക്തി എത്ര വലുതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശപിച്ചാൽ നമുക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കാം. മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നമ്മളത് സ്വീകരിക്കാൻ പാടുള്ളൂ. ആ സമയത്ത് ജപിച്ച് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തിനുള്ള അകലം പാലിക്കണം. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അങ്ങനൊരു രീതിയുണ്ട്. അതനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ മഹാദുരന്തങ്ങൾ വന്നു ചേരും.
കാരണം ഇതിനൊക്കെ ശക്തിയുള്ളതാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തന്ത്രമാന്ത്രികങ്ങൾക്കുള്ള ഒരു ശക്തി മറ്റൊന്നിനുമില്ല. അത് അണുപോപ്പ് പോലെയാണ്, വിഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താറുമാറാക്കി കളയും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നമുക്കെല്ലാം എന്താണ്, നമുക്ക് ഒരാളുടെ ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷയം, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടു കൂടി സമ്പത്തോടു കൂടിയും ജീവിക്കാനാണല്ലോ. എനിക്ക് ഏറ്റവും സുഖകരമായി സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോഴാണല്ലോ നമ്മൾ ഈ തന്ത്രമാന്ത്രികങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലേ? അപ്പോഴാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കതിന് അനുയോജ്യമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എനിക്കിതിനൊക്കെയുള്ള യോഗ്യതകളുണ്ടോ, അല്ലേ? എൻ്റെ അടുത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും വരാറുണ്ട്. അവരിൽ പലരും എല്ലാ മതത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. ഇത് ഇപ്പോഴൊക്കെ ഒരുപാട് എല്ലാം ജാതകം നോക്കേണ്ട നോക്കി വിവാഹം കഴിക്കേണ്ടാത്തവർ പോലും അവരുടെ ജീവിതത്തിൽ പറ്റിയ മഹാദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മതി. ഇതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. പക്ഷേ ജീവിതത്തിലേക്കുന്ന ആഘാതങ്ങൾ, ദുരന്തങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ പിന്നെ വലിയ വിഷയങ്ങളാക്കി മാറുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് യൂട്യൂബുകളിൽ നിന്ന് ഒന്നും എടുത്ത് ജപിക്കാതിരിക്കുക. വിചാരം ചെയ്യുന്നവരോടും പരസ്പരം ശത്രുക്കളെ തീർക്കാൻ, കുടുംബക്കാരെ തീർക്കാൻ, വ്യക്തിബന്ധങ്ങൾ തീർക്കാൻ, ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാൻ എന്തെങ്കിലും വിചാരം ചെയ്തു തരാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തിരിച്ചടിച്ച് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നവർക്കും അതിഭീകരമായ ദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിത്ര നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ചിത്ര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വരാൻ പോകുന്ന 7 ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യത്തിനകത്ത് നല്ല സംഘർഷമുണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മന്ദതയുണ്ടാകാനുള്ള ഒരു സമയമാണ്. ചിത്ര നക്ഷത്രമുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ, പെൺകുട്ടികളോ ആൺകുട്ടികളോ വീട്ടിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് തടസ്സമുണ്ടാകുക, ദഹനത്തിന് പ്രശ്നമുണ്ടാകുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 7 ദിവസം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഒരു ജലദോഷമെങ്കിലും വന്നേ പറ്റുള്ളൂ. രക്തത്തിലുണ്ടാകുന്ന പ്രമേഹം സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിലും ഉദരരോഗമുണ്ടെങ്കിലും എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാവുന്നവരുണ്ടൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഈ കർക്കിടകം 7 ദിവസത്തെ ഫലങ്ങളെ എനിക്ക് പറയാൻ പറ്റും. നേരത്തെ 30 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പൂർവ്വജന്മ ദോഷങ്ങൾ 7 ദിവസത്തിൽ കൂടുതൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത് കൊണ്ട് വരാൻ പോകുന്ന 7 ദിവസത്തെക്കുറിച്ച് ആണ് ഞാൻ പറയുന്നത്. ചിത്തിര നക്ഷത്രക്കാർ ഗൃഹത്തിൽ കിടക്കുന്ന കട്ടിൽ ജനലിനോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വൃത്തിയും വെടിപ്പോടു കൂടി മാറ്റുകയും ചിലന്തി വലകളും ക്ഷുദ്രജീവികളും വീട്ടിനകത്തുണ്ടെങ്കിൽ, മുറിക്കകത്തുണ്ടെങ്കിൽ മാറ്റിയിട്ടെങ്കിൽ അലർജി ഉണ്ടാകുക മാത്രമല്ല ക്ഷുദ്രജീവികളിൽ നിന്നുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് 7 ദിവസം കടന്നു പോകാം. ഈ കർക്കിടക മാസത്തിൽ അത്ര അനുകൂലമല്ല. ബാക്കി ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ടമായി പൂർവ്വജന്മം അനുസരിച്ച് ഒരു ചക്രം മാറിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളുണ്ടാവും. ആരോടും വഴക്കിന് പോകാതിരിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഒപ്പിടുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ ഇത്തരം ചിത്ര നക്ഷത്രക്കാർ ശ്രദ്ധിച്ചാൽ നമുക്ക് സുഖകരമായിട്ട് അടുത്ത ഒരു ആഴ്ചയിലേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.